സ്ത്രീകളുടെ ജീവിതശൈലികൾ തൊട്ടറിഞ്ഞ ലേഡീസ് അവരുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ കൗമുദി TV പ്രേക്ഷകർക്കും സ്വാഗതം. വിവിധ മേഖലകളിൽ തങ്ങളുടേതായ പ്രാഗൽഭ്യം തെളിയിച്ച് വിജയം നേടിയ സ്ത്രീരത്നങ്ങളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി. നമസ്കാരം, എൻ്റെ പേര് ജാജുനിസ നൗഷാദ്. ഞാൻ കുക്കിംഗ് സ്പെഷ്യലിസ്റ്റാണ്. ഞാൻ അധികവും മലബാറി ഫുഡാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ചെറിയ ചെറിയ ഓർഡറാണ് ഞാൻ എടുക്കാറുള്ളത്. ഒരു 5 to 40 ആൾക്കാർക്കുള്ള ചെറിയ ഓർഡേഴ്സാണ് ഞാൻ അധികം എടുക്കുന്നത്. ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് 1 വർഷം ആവണേ ഉള്ളൂ. അത് തന്നെ എനിക്ക് ഭയങ്കര നല്ലൊരു വരുമാനമായിട്ട് തോന്നിയിട്ടുണ്ട്. ചെറുതായിട്ട് തുടങ്ങിയെങ്കിലും അതൊരു നല്ലൊരു വരുമാനത്തിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് എനിക്കും ആഗ്രഹമുള്ളത്. ഇതെല്ലാ വീട്ടമ്മമാർക്കും, വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാർക്ക് തുടങ്ങാനായിട്ടുള്ള നല്ലൊരു സംഗതി തന്നെയാണ്. ഒരുപാടൊന്നും അറിയണം എന്നൊന്നുമില്ല. നമ്മളുടെ മക്കൾക്കും ഭർത്താക്കന്മാർക്കും ഉണ്ടാക്കി കൊടുക്കുന്ന വിഭവങ്ങൾ തന്നെയാണ് എല്ലാവർക്കും ഞാൻ കൊടുക്കുന്നത്. കുറച്ചും കൂടി ടേസ്റ്റിനും ഒക്കെ ആയിട്ടാണ് ആൾക്കാർ ചോദിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് അതിൽ സ്പെഷ്യലൈസ് ചെയ്ത് അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അധികവും ചെയ്യുന്നത് ബിരിയാണി, ഗീ റൈസ്, മീൽസ് ചോദിച്ച് വരുന്നവരുണ്ട്, ചിക്കൻ പിടി, ചെമ്മീൻ പത്തിരി, ഫിഷ്, അങ്ങനത്തെ ഐറ്റംസ്, സ്നാക്സ്, പുഡിങ്, അങ്ങനത്തെ എന്താ ആൾക്കാർ ചോദിച്ച് വരുന്നത് എന്നെ അറിയാവുന്ന പോലെ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. മലബാർ ഐറ്റംസാണ് ഞാൻ അധികവും ചെയ്യണത്. ഇതുവരെ എല്ലായിടത്തുനിന്നും നല്ല അഭിപ്രായങ്ങളാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. ഞങ്ങൾ സെയിൽ വയ്ക്കാറുണ്ട് ഓരോരോ ഫ്ലാറ്റുകളിൽ. അങ്ങനെ കുറച്ച് അധികം നല്ല ആൾക്കാരെ കിട്ടാറുണ്ട്. പിന്നെ ഫുഡ് ഞാൻ എല്ലാവർക്കും ആവശ്യക്കാർക്കൊക്കെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് എത്തിക്കുന്നുണ്ട്. അതും ഓരോരുത്തർക്ക് നല്ലൊരു കാര്യമാണ്. ആർക്കും അങ്ങനെ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞാൽ മതി, ഇത്രയും പേർക്കാണെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ സംഗതി അവരുടെ വീട്ടിൽ ആ ടൈമിൽ കൊണ്ടുവന്ന് ഫ്രഷായിട്ട് കൊണ്ടുവന്ന് സാധനം എത്തുന്നുണ്ട്. ഇതൊക്കെയാണ് ഞാൻ ചെയ്യണത്. എല്ലാവർക്കും, വെറുതെ ഇരിക്കുന്ന ആർക്കും ഇത് നമുക്ക് ചെയ്യാവുന്ന ഒരു മേഖല തന്നെയാണ്. എനിക്ക് അധികം എന്നോട് ഫോണിൽ പറയും, എന്നോട് ഓർഡർ ചെയ്യണവരുണ്ട്. നേരിട്ട് എൻ്റെ ഫ്രണ്ട്സാണ് അധികം എനിക്ക് ഓർഡർ തരാറ്. ഫ്രണ്ട്സ് അറിഞ്ഞ് ഫ്ലാറ്റുകളിൽ ബാക്കിയുള്ളവർ അറിഞ്ഞ് ടേസ്റ്റ് അറിഞ്ഞ് അങ്ങനെയാണ് എനിക്ക് ഓർഡർ വരുന്നത്. എല്ലാവരും അതുണ്ടാക്കി തരുമോ ഇതുണ്ടാക്കി തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കും. 1ഉം 2ഉം തവണയും പല തവണയായിട്ട് എൻ്റെ അടുത്തുനിന്ന് മേടിക്കുന്നവരുണ്ട്. അങ്ങനെ ഫ്രണ്ട്സാണ് എൻ്റെ എല്ലാ സപ്പോർട്ടിനും കാരണം. അവരാണ് എൻ്റെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രചോദനം. അവർ തന്നെയാണ്. ഇപ്പോൾ എല്ലാവർക്കും ഈ ഹോട്ടൽ ഫുഡിനോടൊക്കെ ഭയങ്കര മടുപ്പാണ്. മടുപ്പ് തന്നെയല്ല, ആരോഗ്യം നോക്കുന്ന ഒരുപാട് ആൾക്കാരാണ് ഇപ്പോൾ ഉള്ളത്. മറ്റേ അജീനോമോട്ടോയും ഓയിലിയും ഒക്കെ. അതുകൊണ്ടാണ് ഈ ഹോംലി ഫുഡിന് ഇത്രയും ഡിമാൻഡ് വരാൻ കാരണം. ഇതാവുമ്പോൾ ആർക്കും ഒരു ശരീരത്തിന് കേടില്ല. ഓയിൽ കുറച്ച് ഉണ്ടാക്കാൻ പറഞ്ഞാലും എങ്ങനെ ഉണ്ടാക്കാൻ പറഞ്ഞാലും നമ്മൾ അതനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കും. നല്ല വൃത്തിയായിട്ടും നല്ല എന്താ പറയുക, അവരുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അവരുടെ രുചിക്കാണ് നമ്മളത് ചെയ്തു കൊടുക്കുന്നത്. ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ മറ്റുള്ളവരുടെ ഇതൊന്നും അനുകരിക്കാൻ നോക്കാറില്ല. പിന്നെ ഫുഡ് ആർക്കും ഏത് മേഖലയിലും യൂട്യൂബ് തുറന്നാലും എവിടെ തുറന്നാലും ഇപ്പോൾ ഫുഡിൻ്റെ റെസിപ്പിയൊക്കെ ഉണ്ട്. നമ്മളതനുസരിച്ച് ഒന്ന് മെനക്കെട്ടാൽ മതി, നമുക്ക് നല്ല ടേസ്റ്റി ഫുഡ് നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും. എൻ്റെ വീട്ടുകാർ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇക്കാൻ്റെ ഫ്രണ്ട്സായാലും റിലേറ്റീവ്സായാലും എൻ്റെ ഫ്രണ്ട്സായാലും എൻ്റെ മക്കളുടെ ഫ്രണ്ട്സായാലും അവരൊക്കെ ഇവിടെ വന്ന് എൻ്റെ ഫുഡ് കഴിച്ചിട്ട് അഭിപ്രായം പറയണവരുണ്ട്, അവർക്ക് വേണമെന്ന് പറയണവരുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങാനും എല്ലാം കാരണം. ഇവരുടെ വലിയൊരു സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയേക്കുന്നത്. ഞാൻ ഈ ഫീൽഡിലേക്ക് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ബീഫിറ്റിൽ എത്തിപ്പെടുകയും അവിടെ എൻ്റെ 1 വർഷം കൊണ്ട് ഞാൻ എൻ്റെ വെയിറ്റ് നന്നായിട്ട് ഞാൻ കുറച്ച്. ഈ ഫുഡ് എങ്ങനെ കഴിക്കണമെന്നും ഒക്കെ ഉള്ളത് അവിടെ നിന്നാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ എയറോബിക്സ് അന്നും ഇന്നും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് തന്നെ എനിക്ക് നല്ലൊരു ഹെൽത്തും കിട്ടി. അത് കഴിഞ്ഞപ്പോഴാണ് ഇപ്പോഴും ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന്
നല്ല എന്താ പറയുക, നല്ല ഫിസിക്കലി നമ്മൾ നല്ല ഫിറ്റാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അങ്ങനെയാണ് ഞാൻ ഈ ഫീൽഡിലോട്ട് വരാനുള്ള കാരണം. ഫുഡ് ഞാൻ കഴിക്കണില്ലെങ്കിലും എനിക്ക് മക്കൾക്കും എൻ്റെ ഭർത്താവിനും ഉണ്ടാക്കി കൊടുക്കണതിൽ എനിക്കിപ്പോഴും അപ്പോഴും നല്ല ഇത് തന്നെ ഉള്ളത്. അങ്ങനെയാണ് ഞാൻ ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്. ഞാൻ വെയിറ്റ് കുറച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ആർക്കും അങ്ങനെ പറ്റൂല. ഞാനൊരു 6 മന്ത് ഞാൻ ലിക്വിഡ് ഡയറ്റ് തന്നെയാണ് ഞാൻ എടുത്തത്. ഫുഡ് എന്ന് പറയുന്ന സാധനം ഞാൻ മാറ്റി തന്നെ ഞാൻ വെച്ചിരുന്നു. ഒരു ബിരിയാണി ഞാൻ ഉണ്ടാക്കണമെങ്കിലും മക്കൾക്ക് കൊടുക്കണമെങ്കിലും ഞാൻ കഴിക്കില്ല. അങ്ങനെ ഞാൻ ലിക്വിഡ് ഡയറ്റായിരുന്നു ഞാൻ 6 മന്ത് എടുത്തത്. അതിനുശേഷം ഞാൻ റോ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് ഞാൻ 1.5 വർഷം ഞാൻ കഴിച്ച് ഞാൻ കുറച്ചതാണ്. എല്ലാവർക്കും അത് ശരിക്കും നടക്കും. അത് വീട്ടിലിരുന്ന് തന്നെ എല്ലാവർക്കും ചെയ്യാവുന്ന സംഗതി തന്നെയാണത്. അതിന് കുറച്ച് മനക്കരുത്തും എന്താ പറയുക, നമ്മൾ അതിനോട് പ്രിപ്പയർ ആവണം. നമ്മളുടെ ബ്രെയിനും നമ്മളും നമ്മുടെ മനസ്സും എല്ലാം അതിനകത്തേക്ക് നമ്മൾ ഇൻവോൾവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരാൾക്കും വെയിറ്റും കുറയ്ക്കാം. എല്ലാം നമ്മളുടെ ഒരു മനക്കരുത്ത് പോലെ ഇരിക്കും. നമ്മളുടെ എന്ത് കാര്യവും നമ്മൾ ചെയ്ത് വിജയിപ്പിക്കണം എന്നുണ്ടെങ്കിൽ, അതിപ്പോൾ വെയിറ്റ് ആയാലും ശരി, ഫുഡ്, എന്ത് ബിസിനസ്സായാലും ശരി, സ്ത്രീകൾക്ക് ചെയ്യാവുന്ന നല്ലൊരു സംഗതികൾ അതൊക്കെ തന്നെയാണ്. അമിതവണ്ണം ഉണ്ടായിരുന്ന സമയത്തൊന്നും എനിക്ക് ഒരടി നടക്കാൻ പറ്റത്തുണ്ടായിരുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത്. വെയിറ്റുള്ള ഒരു സ്ത്രീകൾക്കും കുക്കിംഗ് ചെയ്യാൻ പാടില്ല എന്നൊന്നല്ല ഞാൻ പറയണത്, പക്ഷേ ബുദ്ധിമുട്ടാണത്. നമ്മളെപ്പോഴും നമ്മളുടെ ഹെൽത്ത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നും ഡെയിലി ഒരു വീട്ടമ്മയെങ്കിലും ഒരു അരമണിക്കൂറെങ്കിലും ഒരു എക്സസൈസ് ചെയ്തിരിക്കണം. എങ്കിലാണ് അന്നത്തെ നല്ല ഒരു ദിവസമായിട്ട് നമുക്ക് ഉണ്ടാവും. നമ്മുടെ ഹെൽത്തും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും നമുക്ക് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല രീതിയിൽ തന്നെ അത് അവസാനിപ്പിക്കാനും നമുക്ക് പറ്റും. നമ്മൾ വിചാരിച്ചു കൊടുത്ത് അത് കൊണ്ടുവന്ന് എത്തിക്കാനും പറ്റും. നമുക്ക് അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒന്നും ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. നമ്മൾ ഹെൽത്ത് എങ്ങനെയെങ്കിലും, ഇതിപ്പോൾ എയറോബിക്സ് തന്നെ ചെയ്യണം എന്നില്ല, ജോഗിങ്ങോ അല്ലെങ്കിൽ ഒരു വാക്കിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിൽ തന്നെ വല്ല ത്രെഡ്മിൽ ഹാഫ് ആൻ അവർ ഒരു വീട്ടമ്മ എക്സർസൈസ് ചെയ്തേ പറ്റുള്ളൂ. എങ്കിലാണ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഫുഡ് കൺട്രോളും ഉണ്ടെങ്കിൽ ആർക്കും ഇങ്ങനെ ആവാൻ സാധിക്കും. അതൊരു മാസം ചെയ്ത് ഒരു മാസം അത് മാറ്റി വെച്ച് അങ്ങനെ ചെയ്യരുത്. നമ്മൾ എന്നും നമ്മൾ എന്തെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ലൈഫ് ലോങ് നമ്മളത് കൊണ്ടുപോകണം. ഏജ് ഉള്ളവർക്ക് വേണമെങ്കിൽ ഈ എയറോബിക്സും ഒന്നും പറ്റില്ല, യോഗയുണ്ട്. എന്തായാലും നമ്മളത് നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈലാക്കി മാറ്റിയെടുത്ത് അത് മുന്നോട്ട് കൊണ്ടുപോകണം. എൻ്റെ ഫേസ് തന്നെ മാറിപ്പോയി എന്ന് പറയണവരുണ്ട്, ഇങ്ങനെ ആയി എന്ന് ചോദിക്കണവരുണ്ട്. എല്ലാവർക്കും വണ്ണം കുറയണം, ആർക്കും അധ്വാനിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ എന്ത് കാര്യം നമ്മൾ ചെയ്താലും അതിൻ്റെ റിസൾട്ട് നമ്മളുടെ മനസ്സിൻ്റെ കരുത്ത് പോലെ നമുക്ക് ആ റിസൾട്ട് കിട്ടുകയും ചെയ്യും. അത് എൻ്റെ ശരീരം തന്നെ എനിക്കൊരു ഉദാഹരണമാണ്. ഞാൻ എൻ്റെ മക്കളോടും പറയാറുണ്ട്, ഫുഡൊക്കെ കഴിക്കുമ്പോൾ സൂക്ഷിച്ചാലും നിങ്ങൾക്കും നല്ലതാണ് എന്നൊക്കെ പറയാറുണ്ട് ഞാൻ. എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു മേഖല തന്നെയാണ് ഇത്. ഫുഡും ഹെൽത്തും നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകണം. ഫുഡ് മാത്രം കഴിച്ചു കഴിഞ്ഞാൽ ഹെൽത്ത് പോയിട്ട് കാര്യമില്ല. ഒട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതങ്ങോട്ട് കുറയാൻ നമ്മൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിലും മുന്നേ നമുക്ക് റിസൾട്ട് കിട്ടിയപ്പോൾ അത് നമുക്ക് ശരിയാണല്ലോ, ഇതും ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇത്രയും നാളും കഴിച്ചിരുന്നത് എന്താണ് എന്നൊക്കെ ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ബോധമില്ലാതെ കഴിച്ചിരുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്താ കഴിക്കണേന്ന് അറിയാൻ പാടില്ല, കൈ കിട്ടുന്ന ഏത് ടൈമാണെങ്കിലും നമ്മൾ കഴിക്കും. ഒരു ഫങ്ഷന് വന്നാലും വീട്ടിൽ വെച്ചാലും നമ്മൾ ഇപ്പം അതല്ല, നമുക്ക് ഒരു ബോധമുണ്ട് നമ്മൾ എന്ത് കഴിക്കണം, എന്താ കഴിക്കേണ്ടത്, എങ്ങനെ കഴിക്കണം, ഏത് സമയത്താണ് കഴിക്കേണ്ടതെന്നുള്ളൊരു ബോധം ഇപ്പോൾ ഉണ്ട്. അത് നമുക്ക് നമ്മളുടെ ആ ഒരു എവിടെ നമ്മൾ ചെന്ന് എത്തിപ്പെടണേ അവിടെ നിന്ന് നമുക്കത് കിട്ടും. ആദ്യം തന്നെ നല്ലൊരു ഡോക്ടറെ അടുത്ത് ചെല്ലുക. എത്ര പേര് എന്നോട് പറഞ്ഞു ബാരിയാട്രിക് സർജറി ഉണ്ട്, അത് ചെയ്താൽ വെയിറ്റ് കുറയും, അത് ചെയ്യാം. ഞാൻ തന്നെ ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ട്, നമുക്ക് സർജറി ചെയ്യാമെന്നും പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡൊന്നും അതിന് സമ്മതിച്ചില്ല.
ആ കാശുണ്ടെങ്കിൽ വേറെ വല്ല എന്തെങ്കിലും ചെയ്യാം, ആ പൈസ നിനക്ക് തരത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും വേണ്ട. നമുക്ക് നമ്മളുടെ മനസ്സിന് തോന്നി നമ്മൾ എക്സസൈസും ഫുഡ് കൺട്രോളും ചെയ്ത ഏതൊരാൾക്കും വെയിറ്റ് കുറയാവുന്നതാണ്. വീട്ടുകാരൻ, എൻ്റെ ഭർത്താവും മക്കളും എനിക്ക് നല്ല സപ്പോർട്ടാണ്. ഞാൻ കഴിച്ചില്ലെങ്കിലും ഞാൻ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യും. അവരെ ഞാൻ ഒരിക്കലും പട്ടിണിക്ക് ഇടുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എല്ലാവരുടെയും എന്ത് കാര്യത്തിനും അതെ, മക്കളും ഭർത്താവും എനിക്ക് നല്ല സപ്പോർട്ടാണ്. ഫുഡ് കൊണ്ടുപോയി കൊടുക്കാനാണെങ്കിലും ഇപ്പോൾ പെരുന്നാളിനും അല്ലാത്ത സമയത്തൊക്കെ അധികം ഓർഡർ വന്നാലും അവർ ഓരോരുത്തരും ഓരോ സ്ഥലത്ത് പോകലും ഒക്കെയാണ്. എനിക്ക് നല്ല സപ്പോർട്ടാണ് എനിക്ക് അവരുടെ അടുത്തുനിന്ന്. ആ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇതുവരെ പോയേക്കുന്നത്. ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, നമ്മളുടെ ഞാനൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ ഭക്ഷണത്തിനോടുള്ള നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതല്ല നമ്മൾ കഴിച്ചിരുന്നത്. എല്ലാവരും പറയും ഞാൻ കുറച്ചേ കഴിക്കണുള്ളൂ. അല്ല, ഒരിക്കലും അല്ല. അത് അവരുടെ വണ്ണം തന്നെ അവരുടെ അതിനൊരു ഉദാഹരണമാണ്. ഇപ്പോൾ എനിക്ക് ഹോർമോൺ ട്രബിൾ ഉണ്ടായിരുന്നു. ഞാൻ എല്ലാവരോടും പറയും എനിക്ക് ഹോർമോണിൻ്റെ കുഴപ്പമുണ്ട്, അതാ ഞാൻ വണ്ണം വയ്ക്കും. എന്നോട് പറഞ്ഞ് 2 കിലോ വരെ ഹോർമോൺ ട്രബിളിലുള്ള ഒരു വെയിറ്റ് കൂടും, അല്ലാതെ ഭക്ഷണം അല്ലാതെ കൂടത്തില്ല. ഭക്ഷണം കഴിച്ച് തന്നെയാണ് വെയിറ്റ് കൂടിയേക്കുന്നത്. അതേപോലെ തന്നെ ഫുഡ് കൺട്രോൾ ചെയ്താൽ വെയിറ്റും കുറയും. എങ്ങനെ നമ്മൾ കൂടുന്ന ആൾക്കാർ അതേപോലെ തന്നെ പെട്ടെന്ന് കുറയുകയും ചെയ്യും. പക്ഷെ അത് അവരും കൂടി വിചാരിക്കണം എന്നേ ഉള്ളൂ. അമിതവണ്ണം കുറയ്ക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡിൻ്റെ നല്ലതുണ്ട്. അതായത് ചോറ്, റൈസ് നന്നായിട്ട് അവോയ്ഡ് ചെയ്യുക. നമ്മൾ റൈസ് എന്ന് പറയുന്ന സാധനം നമ്മൾ കൈകൊണ്ട് തൊടാൻ പാടില്ല. റൈസിൻ്റെ തന്നെയല്ല, എന്താ പറയുക, ഞാൻ അധികവും വിശക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ചപ്പാത്തിയാണ് അധികവും എടുത്തിരിക്കുന്നത്. വീറ്റ് സാധനങ്ങൾ നമ്മൾ കഴിക്കുക, വൈറ്റ് സാധനങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യുക. അതായത് റൈസ്, മൈദ ഈസ് വെരി ഡേഞ്ചറസ് ഐറ്റാണ്. പിന്നെ മിൽക്ക്, ഷുഗർ, സോൾട്ട്. 1 സ്പൂൺ പോലും ഷുഗർ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലും നമ്മുടെ ശരീരത്തിന് ഡേഞ്ചറാണ്. പിന്നെ സോൾട്ട് പിന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കാത്തത് കാരണം സോൾട്ടിന് വലിയ പ്രശ്നമില്ല. ഈ വക സാധനങ്ങൾ മാറ്റി വെച്ചാൽ തന്നെ നമ്മുടെ വെയിറ്റ് പകുതി കുറയും. ഫുഡ് കുറയ്ക്കാതെ ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എക്സസൈസ് മാത്രം മതി. എക്സസൈസ് കൊണ്ട് അവരുടെ ആ ബോഡി, അവരുടെ ആ വെയിറ്റ് നിലനിർത്താൻ പറ്റും. വണ്ണമുള്ള ഒരാൾക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസമെങ്കിലും 2 കിലോ 3 കിലോ കൂടുന്നവരാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അത് കുറയ്ക്കണത് ഈ ഫുഡ് കൺട്രോളിലല്ലാതെ വേറെ ഒന്നും അതിനകത്തൊരു ഫുഡ് കൺട്രോളും എക്സസൈസും ഒന്നിച്ച് കൊണ്ടുപോയാൽ മാത്രമാണ് ഇതിനൊരു റിസൾട്ട് കാണത്തുള്ളൂ. പിന്നെ എന്താ പറയുക, ഒരു ബോഡി മെയിൻറ്റെയിനിങ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഫുഡ് കൺട്രോള് വലിയ പ്രശ്നം വരില്ല. അമിതവണ്ണമുള്ള ആൾക്കാർ എന്തായാലും ഫുഡ് കൺട്രോൾ ചെയ്ത് തന്നെ വെയിറ്റ് കുറയ്ക്കണം. കുട്ടികൾക്ക് നമ്മൾ അമിത ഫുഡ് കൊടുക്കാൻ പാടില്ലല്ലോ ഒരിക്കലും. പുറത്തുനിന്നുള്ള ഫുഡ്, പാക്കറ്റ് ഫുഡ്, ലേസ് എന്നുള്ള സാധനങ്ങൾ മാറ്റി വെച്ചാൽ തന്നെ പിള്ളേർ നോർമൽ സ്റ്റേജിലോട്ട് വരും. പെപ്സി, ഇപ്പോൾ എല്ലാവർക്കും ഹോട്ടൽ ഫുഡും എന്താ പറയുക ഫാസ്റ്റ് ഫുഡും ആ ഒരു കാലഘട്ടത്തിലോട്ടാണ് പിള്ളേരും എല്ലാവരും പോകുന്നത്. അമ്മമാരാണെങ്കിൽ പിള്ളേരുടെ കരച്ചിൽ നിൽക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ പിള്ളേർക്കൊരു ലേസ് മേടിച്ചു കൊടുക്കല, പെപ്സി മേടിക്കല, ആ ഒരു സ്വഭാവമൊക്കെ മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ മക്കളുടെ ഹെൽത്തും നിലനിൽക്കാൻ പറ്റും, അവർക്കൊരു അസുഖവും വരത്തില്ല. ഇപ്പോൾ കൊടുക്കുന്ന 40 പേരിൽ വർദ്ധിപ്പിക്കാൻ ഇപ്പോൾ അങ്ങനെ ആഗ്രഹമുണ്ട്. എൻ്റെ എല്ലാത്തിനും നമ്മളുടെ തന്നെ മേൽനോട്ടത്തിലായത് കാരണമാണ് ഇതിൽ ഒതുങ്ങുന്നത്. കുറച്ചും കൂടി ഞാനിപ്പോൾ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടുള്ളൂ. ഇത് കഴിഞ്ഞ് എനിക്ക് ആഗ്രഹങ്ങൾ ഉണ്ട്, പക്ഷേ ഇത് എത്തിയിട്ടില്ല അങ്ങോട്ടൊന്നും. ഇൻഷാ അല്ലാഹ് അവിടെയൊക്കെ വരെ എത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ എന്തായാലും മുന്നോട്ട് തന്നെ പോകാനാണ് ഞാൻ തീരുമാനിച്ചേക്കുന്നത്. ഇത്ര പ്രായമുള്ളവരായിക്കോട്ടെ, അവർ തന്നെ വിചാരിക്കണം. അതിപ്പം നമ്മൾ ആരും വിചാരിച്ചിട്ട് എത്ര വർഷമായി എൻ്റെ എന്നോട് പറയണത് നീ വെയിറ്റ് കുറയ്ക്കും. പക്ഷെ ഞാനത് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളുടെ ഒരു രീതിക്കുള്ള എക്സസൈസ് അല്ല നമ്മൾ ഇത്രയും നാളും ചെയ്തത്. എവിടെയെങ്കിലും ഒരു ജിമ്മിന് പോകും, 2 വാക്ക് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും പിറ്റേന്ന് പോകാൻ നമുക്ക് മടുപ്പ് തോന്നും. ഇതല്ല, നമുക്ക് ഇഷ്ടമുള്ള രീതിയുള്ള ഏതെങ്കിലും ജിമ്മ്. ഇപ്പോൾ എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെയാണ് ഞാൻ എയറോബിക്സ് ചെന്ന് എത്തിപ്പെടുന്നത്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം അത് ചെയ്തില്ലെങ്കിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണത്.
ഒരു ദിവസം ഞാൻ മുടങ്ങിയിട്ടില്ല, ഇതുവരെ ഞാൻ മുടങ്ങിയിട്ടില്ല. വല്ല അസുഖങ്ങൾ വന്ന് മുടങ്ങുന്നല്ലാതെ ഇതുവരെ മുടങ്ങിയിട്ടില്ല. നമുക്ക് ഓരോ ദിവസം ചെല്ലുന്തോറും നമുക്ക് ഇൻട്രസ്റ്റാണ് അങ്ങോട്ട് പോകാനും ചെയ്യാനും ഒക്കെ. അതേപോലെ ഏതൊരു ആൾക്കാർക്ക് എന്താണ് ഇഷ്ടം എന്ന് വെച്ചാൽ അത് ചെയ്യുക, അല്ലാതെ ഈ ഇന്ന സാധനം ചെയ്തിട്ട് തന്നെ വെയിറ്റ് കുറയ്ക്കണം എന്നില്ല. അത് ഏത് ഏജിലുള്ളവർക്കും ആണെങ്കിലും ഏത് കുട്ടികൾക്കാണെങ്കിലും അവരുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് മുന്നോട്ട് പോകാം.